വിശുദ്ധ ഖുർആൻ അങ്ങനെ പ്രവചിച്ച ഒരു പ്രവചനമാണ് പേർഷ്യയുടെയും റോമിന്റെയും ഇടയിലുണ്ടായ ഒരു യുദ്ധം. ആ യുദ്ധത്തിനുണ്ടായ റോമിനുണ്ടായ പരാജയം. പരിശുദ്ധ ഖുർആൻ പരലോകത്തേക്കുള്ള പ്രവചനങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ ആത്മീയമായ പ്രവചനങ്ങൾ നടത്താറുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അധ്യായം 30 സൂറത്തു റൂമിലെ ആദ്യത്തെ വചനങ്ങൾ 5-6 വരെയുള്ള വചനങ്ങൾ ഒരു രാഷ്ട്രീയമായ പ്രവചനത്തിന്റെ ഭാഗമാണ്. ദൈവികമായ അള്ളാഹുവിന്റെ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ ഒരു രാഷ്ട്രീയമായ പ്രവചനം, അഥവാ അക്കാലഘട്ടത്തിലെ ഒരു രാഷ്ട്രീയമായ പ്രവചനം നടന്നു. അത് സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിലെ ജനങ്ങൾക്കും പിന്നീട് ശേഷം വന്ന സകല ചരിത്രകാരന്മാർക്കും പറയാമായിരുന്നു, പരിശുദ്ധ ഖുർആൻ അത് ദൈവികമല്ല, അത് അള്ളാഹുവിൽ നിന്നുള്ളതല്ല, അത് മനുഷ്യനിർമ്മിതമാണ്, അതിനബദ്ധം സംഭവിച്ചു പോയി, അതിന്റെ പ്രവചനം തെറ്റായി പോയി എന്ന് പറയാമായിരുന്നു. അതെന്തായിരുന്നു ആ സംഭവം? നമുക്കറിയാം, അറേബ്യൻ ഉപദ്വീപിന്റെ സമീപത്തുള്ള വലിയ 2 സാമ്രാജ്യങ്ങളായിരുന്നു പേർഷ്യൻ സാമ്രാജ്യവും റോമൻ സാമ്രാജ്യവും. പേർഷ്യൻ എംപയർ ആൻഡ് റോമൻ എംപയർ. 6-ാം നൂറ്റാണ്ടിന്റെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ ലോകത്തെ സാമ്രാജ്യങ്ങളിൽ സുപ്രധാനമായ സ്വാധീനമുള്ള 2 സാമ്രാജ്യങ്ങളായിരുന്നു റോമൻ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യവും, അഥവാ ബൈസന്റൈൻ സാമ്രാജ്യവും സെസാനിയൻ സാമ്രാജ്യവും. ഇത് രണ്ടും ആഗോള ഭൂപടത്തിൽ 6-ാം നൂറ്റാണ്ടുകളിൽ വമ്പിച്ച സ്വാധീനമുണ്ടായിരുന്ന, ആഗോളതലത്തിൽ തന്നെ ഈ സാമ്രാജ്യങ്ങളുടെ ഉത്ഥാന പതനങ്ങൾ, വിജയപരാജയങ്ങൾ, അത് സമൂഹത്തിൽ വമ്പിച്ച സ്വാധീനം, പ്രത്യേകിച്ച് പരിസര പ്രദേശങ്ങളിൽ വമ്പിച്ച സ്വാധീനം ചെലുത്തിയിരുന്നു. ഏകദേശം 10-35-45 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമായി കിടക്കുന്ന 2 സാമ്രാജ്യങ്ങളാണ് പേർഷ്യൻ സാമ്രാജ്യവും റോമൻ സാമ്രാജ്യവും. ഇന്നും ചരിത്ര വിദ്യാർത്ഥികൾ 6-ാം നൂറ്റാണ്ടിലെ പേർഷ്യൻ റോമൻ സാമ്രാജ്യങ്ങളുടെ ചരിത്രം വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. അതിന്റെ ചരിത്രത്തിലെ സുപ്രധാനമായ സ്വാധീനമാണത് വിളിച്ചോതുന്നത്. ഈ 2 എന്ന് പറഞ്ഞാൽ, പേർഷ്യൻ സാമ്രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഇറാഖിലൂടെ, ഇറാനിലൂടെ കടന്നു വന്ന് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ വരെ, നമ്മുടെ ഇന്ത്യയുടെ അതിർത്തി വരെ എത്തി നിൽക്കുകയാണ്. അങ്ങനെ വിശാലമായൊരു സാമ്രാജ്യം. ബൈസന്റൈൻ റോമൻ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ പലസ്തീനും സിറിയയും ഇറ്റലിയും അടക്കമുള്ള ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളൊക്കെ അടക്കമുള്ള വലിയൊരു സാമ്രാജ്യം. ഇത് 2 അന്നത്തെ വൻ ശക്തികളായിരുന്നു. നേരത്തെ അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഒക്കെ ഉണ്ടായിരുന്നത് പോലെയുള്ള ലോകത്തെ ഏറ്റവും വലിയ സ്വാധീനമായ സാമ്രാജ്യത്തെ ശക്തികളായിരുന്നു. സ്വാഭാവികമായി ഇപ്പോൾ അമേരിക്കയിലുണ്ടാകുന്ന വിജയപരാജയങ്ങൾ നമ്മുടെ ഇന്ത്യയിലടക്കമുള്ള ആളുകളെ, മറ്റുള്ള രാഷ്ട്രങ്ങളിലെ ആളുകളെ എത്ര കണ്ട് സ്വാധീനിക്കുന്നുവോ അതുപോലെ സുപ്രധാനമായിരുന്നു അന്നത്തെ പേർഷ്യൻ റോമൻ സാമ്രാജ്യങ്ങളുടെ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും വിജയപരാജയങ്ങളും ഒക്കെ. പ്രവാചകത്വത്തിന്റെ നുബുവത്തിന്റെ തുടർ വർഷങ്ങളിൽ അന്ന് ലോകത്ത് വലിയൊരു സംഭവം ഉണ്ടായി. സാധാരണ നിലയിൽ പേർഷ്യൻ റോമൻ സാമ്രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടും, യുദ്ധങ്ങൾ നടക്കും. ആ യുദ്ധത്തിൽ റോമൻ സാമ്രാജ്യം അമ്പേ തകർന്നു, പരാജയപ്പെട്ടു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് ഏത് വർഷമാണ്? ക്രിസ്താബ്ദം 610. ഞാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, ഒന്ന് നന്നായിട്ട് നിങ്ങളുടെ ശ്രദ്ധ ഇങ്ങോട്ട് തരണം. നന്നായിട്ട് പാതി ഉറക്കത്തിലായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ ചരിത്രം പറയുമ്പം അതിൻ്റെ കാലഗണനയും പറയുമ്പം വ്യക്തമായിട്ട് ഇതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്, ഇതൊരു അത്ഭുതമാണ്, ഇത് ഖുർആന്റെ അമാനുഷികതയാണ്. ഇത് പറയുമ്പം ഈ ചരിത്രം നന്നായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങളെ ശ്രദ്ധ പൂർണ്ണമായും എന്നിലേക്കൊന്ന് കേന്ദ്രീകരിക്കണം. ക്രിസ്താബ്ദം 610 റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തുമായിട്ട് വരുന്നത്. ഏകദേശം അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വർഷങ്ങളിലാണ് നിരന്തരമായ യുദ്ധം റോമും പേർഷ്യയും തമ്മിൽ നടക്കുന്നത്. അങ്ങനെ ആ യുദ്ധത്തിൽ റോം പരാജയപ്പെടുകയാണ്, പേർഷ്യ വിജയിക്കുകയാണ്. ആ പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു തിരിച്ചുവരവ് അസാധ്യമാകും വിധത്തിലുള്ള വമ്പിച്ച പരാജയത്തിന്റെ കുഴിയിലേക്കാണ് റോം തകർന്നു പോയത്. റോമിന്റെ പരാജയം ഉണ്ടായി. ഇനി റോമും പേർഷ്യയും തമ്മിൽ അറബ് ലോകവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കണമെന്ന് പറയാം. അഥവാ അന്നത്തെ മക്കത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 610 മുതൽ 612-13 വരെയുള്ള കാലഘട്ടത്തിലാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കത്തുള്ള ദഅവത്ത് നടക്കുന്നത്. മക്ക കാലഘട്ടം, പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടം.
13 വർഷമായിരുന്നു. അത് 610 മുതൽ ഏകദേശം 613 വരെയാണ് AD വെച്ചുകൊണ്ട് നമ്മൾ വിലയിരുത്തുമ്പോൾ. ആ കാലഘട്ടത്തിൽ റോമിന്റെയും പേർഷ്യന്റെയും സാമൂഹികമായ, സാമ്പത്തികമായ, രാഷ്ട്രീയമായ ഉത്ഥാന പതനങ്ങൾ എങ്ങനെയാണ് മക്കയെ സ്വാധീനിക്കണമെന്ന് ഞാൻ പറയാം. മക്കയിൽ 2 വിഭാഗമാണുള്ളത്. 2 വിഭാഗം കഠിനമായ ശത്രുതയിലാണ്. ഒന്ന് മുസ്ലിങ്ങളും മറ്റൊന്ന് മുശ്രിക്കുകളുമാണ്. ഇസ്ലാമിന്റെ വളർച്ച അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് മുശ്രിക്കുകൾ അതിനെ തകർക്കാൻ വേണ്ടിയുള്ള ശക്തമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ മുശ്രിക്കുകളായ ഖുറൈശികൾ അവർ പേർഷ്യയുടെ ഭാഗത്തും, മുസ്ലിമീങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും റോമിന്റെ ഭാഗത്തുമാണ്. റോം എന്ന് ക്രിസ്ത്യൻ രാഷ്ട്രമാണ്, ക്രിസ്ത്യൻ സാമ്രാജ്യമാണ്. പേർഷ്യ എന്ന് അഗ്നിപൂജകരുടെ സാമ്രാജ്യമാണ്. അപ്പൊ പൊതുവെ ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ടിട്ട് കിടക്കുന്ന ഖുറൈശികൾക്ക് കൂടുതൽ മാനസികമായ അടുപ്പം പേർഷ്യയുമായിട്ടാണ്. അവർ ബഹുദൈവാരാധകരാണ് പേർഷ്യക്കാർ. എന്നാൽ റോം ക്രൈസ്തവ രാഷ്ട്രമാണ്. അഹ്ലു കിതാബിന്റെ, അഹ്ലു കിതാബ് എന്ന് പറഞ്ഞാൽ ഗ്രന്ഥം നൽകപ്പെട്ടവർ, ഇഞ്ചീൽ നൽകപ്പെട്ടവർ. അഹ്ലു കിതാബിന്റെ സ്വാധീനമുള്ള സാമ്രാജ്യമാണ് റോമൻ സാമ്രാജ്യം. ആ അഹ്ലു കിതാബുമായിട്ട് ഒരു അടുപ്പം മുസ്ലിമീങ്ങൾക്കാണ്. പ്രവാചകനും സഹാബത്തിനും വല്ലാത്തൊരു അടുപ്പമാണ്, മാനസികമായൊരു അടുപ്പുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് വലിയ പീഡനക്കൊണ്ടായപ്പം അഭയമായിട്ട് പോയത്, സഹാബത്തിനെ പറഞ്ഞയച്ചത്, ഹിജറ നടത്തിയത് എത്യോപ്യയിലേക്കാണല്ലോ. അവിടെ സ്വീകരിച്ചത് നജ്ജാഷി രാജാവ് ക്രിസ്ത്യാനിയാണ്. അപ്പോ അന്നത്തെ ഒരു വേദഗ്രന്ഥം നൽകപ്പെട്ടവരെന്ന നിലക്കുള്ള ഒരു അടുപ്പം, ആ അടുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദർശപരമായ അടുപ്പല്ലട്ട. ഇസ്ലാമും അന്നത്തെ നസ്രാനി മതവും തമ്മിൽ അജഗജാന്തരം ഉണ്ടല്ലോ. അപ്പോ ആ ഒരു അടുപ്പത്തിന്റെ പേരിലുള്ള രാഷ്ട്രീയമായ ഒരു മമത ഏത് സാമ്രാജ്യവുമായിട്ടുണ്ട്? റോം സാമ്രാജ്യവുമായിട്ട് മുസ്ലിമീങ്ങൾക്കുണ്ട്, മറുപക്ഷത്തിന് പേർഷ്യൻ സാമ്രാജ്യവുമായിട്ട്. ഈ യുദ്ധത്തിൽ പേർഷ്യ ജയിക്കുകയും റോം തകരുകയും ചെയ്തു. റോമിന്റെ പക്ഷത്താരാണ്? മുസ്ലിമീങ്ങൾ. പേർഷ്യയുടെ പക്ഷത്താരാണ്? മുശ്രിക്കുകൾ. അപ്പൊ ഇതിൽ മുശ്രിക്കുകൾക്ക് ഭയങ്കര ആനന്ദമായി, ഭയങ്കര സന്തോഷമായി, ഭയങ്കര ആഹ്ലാദമായി. അവര് പറഞ്ഞു, കണ്ടില്ലേ ഞങ്ങളെ സഹോദരന്മാർ പേർഷ്യക്കാര് നിങ്ങളുടെ കൂട്ടുകാരായ റോമക്കാരെ അമ്പേ പരാജയപ്പെടുത്തി. അങ്ങനെ പരാജയപ്പെടുത്തിയാൽ നിങ്ങൾക്ക് പാഠമുണ്ട്. വരും ഭാവിയിൽ പേർഷ്യ റോമിനെ തോൽപ്പിച്ചതുപോലെ, തകർത്തതുപോലെ ഞങ്ങൾ നിങ്ങളെയും മുച്ചൂടും തകർക്കുക തന്നെ ചെയ്യുമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ. ഇപ്പൊ പലസ്തീനിൽ ഇങ്ങനെ പരാജയം ഉണ്ടാകുന്ന സമയത്ത്, അവിടെ ഇസ്രായേലിന് ഇങ്ങനെ വിജയം ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്കെന്തുണ്ടാവും? നമുക്ക് വേദന ഉണ്ടാകും. എന്നാൽ സംഘികളും കാസക്കാരൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ രാജ്യത്ത് തന്നെ അവർ വന്നിട്ട് യാതൊരു ബന്ധമില്ല അവിടെ എത്താൻ. എന്നാൽ അവരിങ്ങനെ ആഹ്ലാദിക്കും, അല്ലേ? അവരിങ്ങനെ അർമാദിക്കും. മറുഭാഗത്ത് ഇസ്രായേൽ ഒരു അടി കൊടുക്കുമ്പോഴോ നമുക്ക് സന്തോഷം വരും. ഇറാൻ ഒരു അടി കൊടുക്കുമ്പോൾ നല്ല സന്തോഷിക്കും, നമ്മൾ ആഹ്ലാദിക്കും. മറുഭാഗത്ത് കാസക്കാരും സംഘികളൊക്കെ മോങ്ങാറുണ്ട്. ഇതുപോലെ സ്വാഭാവികമായിട്ടും എല്ലാ കാലത്തിലും ഉണ്ടായിട്ടുണ്ട്. അന്നിങ്ങനെ ഖുറൈശികൾക്ക് വല്ലാത്ത സന്തോഷമായി, മുസ്ലിമീങ്ങളൊക്കെ ആകെ ഖിന്നരായി, ദുഃഖിതരായി, വിഷമായി. കാരണം ഞങ്ങളുടെ കൂട്ടുകാർ, ഞങ്ങളുടെ ഒരു രാഷ്ട്രീയമായ ഒരു മമതയുള്ള ആൾക്കാരൊക്കെ തോറ്റല്ലോ എന്നുള്ള. ഈ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് കക്ഷി രാഷ്ട്രീയമാണെന്ന്. രാഷ്ട്ര സംബന്ധമായ വിഷയങ്ങൾക്കാണ് രാഷ്ട്രീയം എന്ന് പറയാം, പൊളിറ്റിക്സ്. അപ്പോൾ ആഗോള പൊളിറ്റിക്സ് നമ്മൾ വിലയിരുത്തുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഈ ശത്രുക്കളൊക്കെ ഇങ്ങനെ അർമാദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഖുർആൻ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. സൂറത്ത് റൂം, ഖുർആൻ ഈ വിഷയത്തിൽ ഒന്ന് ഇടപെടുകയാണ്. ഏത് ഇസ്ലാമിന്റെ കാര്യമൊന്നുമല്ല കേട്ടോ, പേർഷ്യയും റോമും തമ്മിലുള്ള കാര്യമാണ്. രണ്ടും ഇസ്ലാമിന്റെ നിന്ന് അകന്നു നിൽക്കുന്ന, ഒന്ന് ബഹുദൈവാരാധകരാണ്, മറ്റൊന്ന് പ്രവാചകത്വ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്നും അംഗീകരിക്കാത്ത പേർഷ്യക്കാരുമാണ്, ക്രിസ്ത്യാനികളുമാണ്. ഈ 2 രാഷ്ട്രങ്ങളുമായിട്ട് പിന്നീട് മുസ്ലിമീങ്ങളും പ്രവാചകനും സഹാബത്തൊക്കെ യുദ്ധം നടന്നിട്ടുണ്ട്, അവിടെ ജയിച്ചടക്കിയിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാവുകയാണ്. ഏകദേശം ഈ 610ന്റെയും 619ന്റെയും ഇടയിലായിട്ടാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. ഈ സമയത്ത് പരിശുദ്ധ ഖുർആൻ പറയുന്നു, അലിഫ് ലാം മീം ഗളിബത്തിർ റൂം ഫീ അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ ഫീ ബിദ്ഇ സിനീൻ ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വമിൻ ബഅദ് വയൗമഇദി യഫ്റഹുൽ മുഅ്മിനൂൻ.
പ്രൊഫസറുകൾ പറയുന്ന ഏകദേശം ഒരു 619 ഈ പരിശുദ്ധ ഖുർആൻ ആയത്ത് അവതരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 622 ഹിജ്റ പോകുന്നത്. അപ്പോൾ മക്കത്തെ ജീവിതത്തിന്റെ ഏകദേശം അവസാന ഘട്ടത്തിലാണ് ഈ സൂറത്ത്, ഈ ആയത്ത് അവതരിക്കുന്നത്. അപ്പോൾ അത് സംഭവിച്ചു പോയ ഒരു കാര്യം പ്രസ്താവിക്കുകയാണ്. സംഭവിച്ചു പോയി, കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയത് ബൈസന്റൈൻ സാമ്രാജ്യം പരാജയപ്പെട്ടു. റോം പരാജയപ്പെട്ടിട്ടുണ്ടല്ലോ, ഒരു പ്രസ്താവനയാണ്. കഴിഞ്ഞു പോയ സംഭവത്തെ നിങ്ങളുടെ അറേബ്യൻ ഉപദ്വീപിന്റെ സമീപത്തുള്ള, അല്ലെങ്കിൽ പൊതുവെ താഴ്ന്ന പ്രദേശമായിട്ടുള്ള ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഈ റോം എന്ന് പറയുന്ന സാമ്രാജ്യം പരാജയപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ഇനി പറയാൻ പോകുന്നത് പ്രവചനമാണ്. ഏത്? ഇത് 619 പറഞ്ഞ സമയത്ത് ഖുർആന്റെ അമാനുഷികത നിങ്ങൾ മനസ്സിലാക്കണം. ഖുർആന്റെ അത്ഭുതം, ഖുർആൻ അള്ളാഹുവിൽ നിന്നാണെന്നതിന് പച്ചയായിട്ട് ഒരു സമൂഹത്തിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്താണ്. എത്ര വ്യക്തമായിട്ടാണ് അള്ളാഹു പറയാണ്. ഇത് പറഞ്ഞത് നടന്നൊരു സംഭവമാണല്ലോ, റോം തോറ്റു എന്നുള്ളത്. അത് ശരി. അടുത്തത് പ്രവചിക്കാൻ പോവാണ്. എന്താ പ്രവചിക്കുന്നത്? തകർന്നു തരിപ്പണമായി കിടക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകന്മാരുടെ വീക്ഷണകോണിലൂടെ നോക്കുമ്പോൾ അടുത്ത കാലത്തൊന്നും ഉയർത്തെഴുന്നേൽപ്പ് അസാധ്യമായി കിടക്കുന്ന റോമെന്ന സാമ്രാജ്യം വിജയിക്കാൻ പോകുന്നുണ്ട്. സയഗ്ലിബൂൻ, അവർ വിജയിക്കും. അവരുടെ ഈ പരാജയത്തിന് ശേഷം ഫ്യൂച്ചറിൽ, ഭാവിയിൽ വിജയിക്കും. അപ്പൊ ഭാവിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ആയിക്കൂടെ. എന്താ പറയാത്ര സുഖം? ഭാവിയിൽ വിജയിക്കും എന്ന് പറഞ്ഞാൽ പോരെ, പറഞ്ഞിട്ടാ പോരെ. പരിശുദ്ധ ഖുർആൻ അവിടെ നിർത്തിയില്ല. അല്പം വർഷങ്ങൾക്കുള്ളിൽ. എന്ന് പറഞ്ഞാൽ നമ്മൾ അല്പം എന്ന അർത്ഥം വെക്കും. എന്നാൽ അറബി ഭാഷ അറിയുന്നവർ കൃത്യമായിട്ട് അവർക്കറിയാം ബിളഅ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ന്റെയും 9ന്റെയും ഇടയിലുള്ള അക്കങ്ങൾക്കാണ് ബിളഅ് എന്ന് പറയാം. അപ്പോ ഇത് പ്രസ്താവിക്കുന്നത് 619. വരാൻ പോകുന്ന 3 മുതൽ 9 വരെയുള്ള വർഷങ്ങൾക്കിടയിൽ ഇതാ റോം വിജയിക്കാൻ പോവുകയാണ്, പേർഷ്യ പരാജയപ്പെടാൻ പോവുകയാണ്. അപ്പൊ കൃത്യമായ ഒരു വർഷത്തിനുള്ളിലാണ് പറയുന്നത്. ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രസ്താവന മുതൽ 9 വർഷത്തിനുള്ളിൽ ഇവിടെ തകർന്നു തരിപ്പണമായി കിടക്കുന്ന, 9 വർഷമല്ല 10 പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഉയർത്തെഴുന്നേൽക്കാൻ വിജയിക്കാൻ പറ്റാത്ത നിലയിൽ ഭിന്നത കാരണം, സാമ്പത്തിക തകർച്ച കാരണം, രാഷ്ട്രീയമായ സാമ്പത്തികമായ കാരണങ്ങൾ കാരണം, ശത്രുവിന്റെ മറുഭാഗത്തുള്ള ശക്തി കാരണം, പേർഷ്യയുടെ ശക്തി കാരണം റോമിന് ഒരിക്കലും വിജയിച്ചു വരാൻ സാധ്യതയില്ലാത്ത ഒരു സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് വരാൻ പോകുന്ന 9 വർഷങ്ങൾക്കുള്ളിൽ റോം വിജയിക്കാൻ പോവുകയാണ്. റോം വിജയിക്കുമെന്ന് പറഞ്ഞാൽ മറുഭാഗത്തുള്ള പേർഷ്യ എന്ന സാമ്രാജ്യം മുടിചൂടാൻ മന്നരായി വിജയീഷുകളായി ലോക സാമ്രാജ്യങ്ങളുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിക്കുന്ന സായുധ ശക്തിയായ, സാമ്പത്തിക ശക്തിയായ ആ പേർഷ്യ എന്ന സാമ്രാജ്യം തകരാൻ പോവുകയാണ്. അവർ പരാജയപ്പെടാൻ പോവുകയാണ്. പകരം റോം വിജയിക്കാൻ പോവുകയാണ്. ഇത് പറഞ്ഞപ്പോൾ ഇതൊരു പ്രവചനാണല്ലോ. ഇത് പറഞ്ഞപ്പോൾ ഖുറൈശികൾ കൈകൊട്ടി പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഖുറൈശികൾ അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, അബൂബക്കറെ മനസ്സിലായില്ലേ, പൊട്ടപ്പോയത്തെ വിളിച്ചു പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ ദൈവിക ഗ്രന്ഥമാണ്, അള്ളാഹുവിന്റെ അടുത്തുനിന്നാണ്, പടച്ചോന്റെ അടുത്തുനിന്നാണെന്ന് പറയുന്ന ഒരു ഗ്രന്ഥമാണ്, അസാധ്യമായി ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം വിളിച്ചു പറഞ്ഞത്. അടുത്ത ബിളഅ് സിനീൽ 9 കൊല്ലത്തിനുള്ളിൽ 3 മുതൽ 7 വരെയുള്ള വർഷങ്ങൾക്കുള്ളിൽ 9 വരെ വർഷങ്ങൾക്കുള്ളിൽ ഈ റോം വിജയിക്കാൻ പോവാണ്. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കിക്കൂടെ? ഇനിയെങ്കിലും തല ഉണ്ടെങ്കിൽ, യുക്തി ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചൂടെ? ഇങ്ങോട്ട് പോരെ, പൊട്ടപ്പോയത്തെ വിളിച്ചവരുടെ കൂടെ നിൽക്കണ്ട. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു സ്വഭാവമുണ്ട്. അള്ളാഹു റസൂലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലൊരു സന്ദേഹം ഉണ്ടാവില്ല. നിസ്സംശയം, സംശയലേശമന്യേ, സന്ദേഹലേശമന്യേ, അർത്ഥശങ്കക്കടമില്ലാത്ത വിധം അദ്ദേഹം പറഞ്ഞു, സത്യമാണത്, വാസ്തവമാണ്, സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പൊ അവര് വെല്ലുവിളിച്ചു, നമുക്ക് പന്തയം വെക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. ഉബയ്യ് ഇബ്നു ഹലബാണ് വെല്ലുവിളിച്ചത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യാതൊരു ചാഞ്ചല്യം ഉണ്ടായിരുന്നില്ല, സംശയം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ റെഡിയാണ്,
പന്തയം അന്ന് നിരോധിച്ചിട്ടില്ല കേട്ടോ. പന്തയം പിന്നീടാണ് നിരോധിച്ചത്. അന്ന് പന്തയം വെക്കാൻ റെഡി ഉണ്ടോയെന്ന് വെച്ചപ്പോൾ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. അങ്ങനെ പന്തയം വെച്ചു. 100 ഒട്ടകത്തിന് പന്തയം വെച്ചു. 100 ഒട്ടകത്തിന് പന്തയം നടന്നു. അങ്ങനെ വർഷങ്ങൾ ഇങ്ങനെ പോവാണ്. ഏകദേശം ഇനിയും 50 വർഷം വരെ കാത്തിരിക്കാമല്ലോ. അടുത്തൊന്നും സംഭവിക്കില്ല, ദീർഘകാലാടിസ്ഥാനത്തിൽ സംഭവിക്കാണ്. ഇപ്പൊ ഖുറൈശികളൊക്കെ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. റോമിൽ കാര്യമായിട്ട് ചലനങ്ങളൊന്നും നടക്കണില്ല. 5 കൊല്ലം കഴിഞ്ഞ് അപ്പോഴും പരിഹസിക്കുകയാണ് അബൂബക്കറിനെ. അബൂബക്കർ പറഞ്ഞ്, നിങ്ങൾ ക്ഷമിക്കുകയും, ഖുറാനാണോ പറഞ്ഞിക്കണേ, റസൂലാണോ പറഞ്ഞിക്കണേ, നടക്കും, നടന്നേ തീരൂ. അതുകൊണ്ട് എന്താ അബൂബക്കറെ, ഇപ്പോഴുള്ളല്ലോ ഒരു ചലനോ, നീയെങ്കിലും നിന്ന് പിന്മാറിക്കൂടെ എന്ന് പറഞ്ഞപ്പോൾ ഒരല്പം കൂടി നിങ്ങൾ നീട്ടിവെക്കൂ എന്നിങ്ങനെ പറഞ്ഞ് ഏകദേശം ചരിത്രകാരന്മാരുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. 627 പേർക്ക്. അതല്ല ബദറിന്റെ സമയത്താണ്, ഹുദൈബിയയുടെ സമയത്താണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഏതായാലും ഏകദേശം ഈ ഒരു 7 വർഷത്തിനുള്ളിലായിക്കൊണ്ട് തന്നെ അന്ന് അത്ഭുതകരമാം വിധം റോമ സാമ്രാജ്യം വിജയിച്ചു. അത് ചരിത്രമാണ്, ഇന്നും ചരിത്രത്തിന്റെ രേഖകളിൽ രേഖപ്പെട്ട് കിടക്കുന്ന സംഗതിയാണ്. ഒരു ചരിത്രകാരനും നിഷേധിക്കാൻ പറ്റൂല. ഏകദേശം ഇക്കാലഘട്ടത്തിൽ 619-ന്റെയും 627-ന്റെയും ഇടക്കുണ്ടായ നിരന്തരമായ പല ഘട്ടങ്ങളിലായിട്ടുള്ള യുദ്ധങ്ങളിൽ 22 മുതൽ അങ്ങോട്ട് റോമും പേർഷ്യയും തമ്മിലുള്ള ഇങ്ങനെ ചെറു സംഘടനകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന 2 സാമ്രാജ്യ ശക്തികളാണല്ലോ. ഒറ്റ യുദ്ധമൊന്നല്ല, പല ഘട്ടങ്ങളിലായി വർഷങ്ങളിലായി നടന്ന് അവസാനം 627 പേർഷ്യ നിലംപൊത്തി റോമ സാമ്രാജ്യം വിജയം കൈവരിക്കുകയും ചെയ്തു. പരിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം വന്ന് നടന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണെന്ന് ഖുർആനിൽ പറയുന്നത്? ഇത് 619 അല്ലാഹു തആല പറഞ്ഞേക്കുന്നത് കേട്ടോ. 619 പറഞ്ഞേക്കാണത് മുമ്പും ശേഷവും എല്ലാം കാര്യങ്ങളുടെ നിയന്ത്രണം അല്ലാഹുവിന്റെ കയ്യിലാണ്. ഏതു രാജ്യം വിജയിക്കണം, ഏതു രാഷ്ട്രം പരാജയപ്പെടണം, എല്ലാം തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. അവന്റെ തഖ്ദീർ പ്രകാരമല്ലാതെ ഒരു രാഷ്ട്രീയമായ ആഗോള രാഷ്ട്രീയത്തിലാകട്ടെ, സാമ്പത്തിക മേഖലകളിലാവട്ടെ, ഒരു ചലനങ്ങളും നടക്കാൻ പോകുന്നില്ല. എല്ലാം റബ്ബിന്റെ മുൻകൂട്ടിയുള്ള തഖ്ദീറാണ്. ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വ മിൻ ബഅദ്. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ അന്നേ പറഞ്ഞു വെക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന സംഭവത്തെ സംബന്ധിച്ച് പറഞ്ഞു വെക്കുന്നു. അന്നേ ദിവസം വരാൻ പോകുന്ന പോരാട്ടത്തിൽ വിജയമുണ്ടാകുമ്പോ സത്യവിശ്വാസികൾ അന്ന് ആനന്ദിക്കും, സന്തോഷിക്കും. പേർഷ്യ ഇസ്ലാമിന്റെ ഭാഗമല്ല, റോം ഇസ്ലാമിന്റെ ഭാഗമല്ല, രണ്ടും ഇസ്ലാമികളല്ല. പക്ഷേ ആ ആഗോളതലത്തിൽ ഉണ്ടാകുന്ന ആ ഏറ്റുമുട്ടലിൽ, റോമിനുണ്ടാകുന്ന വിജയത്തിൽ മുഅ്മിനീങ്ങൾ എന്ന് സന്തോഷിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഖുർആൻ പറയുന്നത്. യഫ്റഹുൽ മുഅ്മിനൂൻ എന്ന് മുഅ്മിനീങ്ങൾ സന്തോഷിക്കും. ഇത് സംഭവിക്കുമ്പോൾ വേറെയും ചില സന്തോഷങ്ങൾ ഉണ്ടായിന്നാണ്. ബദറിന്റെ പോർക്കളത്തിൽ വെച്ചുകൊണ്ട് ഈ ശത്രുക്കളെ മുഴുവനും പരാജയപ്പെടുത്തിയ സന്തോഷം കൂടി മുസ്ലിമീങ്ങൾ അന്ന് ആനന്ദിക്കുന്നുണ്ടായ സന്തോഷം. അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആനിൽ ഈ പ്രവചനം പുലർന്നതിന്റെയും പേർഷ്യൻ സാമ്രാജ്യം തകർന്നതിന്റെയും റോമ സാമ്രാജ്യം വിജയിച്ചതിന്റെയും സന്തോഷം കൂടി മുസ്ലിങ്ങൾക്ക് ഒരു ഡബിൾ സന്തോഷമായി. ഖുർആൻ പറഞ്ഞത് അന്ന് സംഭവിച്ചു. ഖുർആൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് അന്ന് സംഭവിച്ചു. യഫ്റഹുൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾക്ക് ആനന്ദമായിരുന്നു, സന്തോഷമായിരുന്നു. മാത്രമല്ല, ഈ ബെറ്റടിച്ചല്ലോ, ഈ 100 ഒട്ടകം, ആ 100 ഒട്ടകം കൊല്ലങ്ങൾക്ക് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുപോയി കൊടുത്തു. ഖുറൈശികൾ അത് വലിച്ചു. ആ 100 ഒട്ടകം കൊണ്ടുപോയി കൊടുത്തു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇതാ ഒട്ടകം പെറ്റടിച്ച, പന്തയം വെച്ച ഒട്ടകം, റസൂലെ എന്ത് ചെയ്യണം? അപ്പോഴേക്കും പന്തയം നിഷിദ്ധമാക്കിയത് കൊണ്ട് തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതങ്ങ് സദഖ ചെയ്താളെ, സ്വന്തമായിട്ട് എടുക്കണ്ട, സദഖ ചെയ്താളെ. 100 ഒട്ടകം സദഖ ചെയ്തു, വിജയിച്ചു. ഖുർആൻ നിർത്തിയില്ല. അല്ലാഹുവിന്റെ സഹായം കൊണ്ടാണ്. അല്ലാഹു ഉദ്ദേശിച്ചവരവൻ സഹായിക്കുന്നതാണ്. അപ്പൊ ഭൗതിക ലോകത്തുണ്ടാകുന്ന ഓരോ പരാജയങ്ങളും വിജയങ്ങളും ഒക്കെ അള്ളാഹുവിന്റെ സഹായപ്രകാരം, അള്ളാഹുവിന്റെ തഖ്ദീർ പ്രകാരം നടക്കുന്നതാണ്. അള്ളാഹുവിന്റെ സഹായമാണ്.
പ്രധാനം വഹുവൽ അസീസുർ റഹീം, അവൻ പ്രതാപവാനും കാരുണ്യവാനുമാണ്. വഅദല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. ലാ യുഖ്ലിഫുല്ലാഹു വഅദഹു, അല്ലാഹുവിന്റെ വാഗ്ദാനം ഒരിക്കലും ലംഘിക്കപ്പെടുകയില്ല. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷേ അധിക ജനങ്ങൾക്കും വിവരമില്ല, അറിവില്ല. അവരപ്പം നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ നോക്കിയിട്ടേ വിലയിരുത്തുള്ളൂ, അതേ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഭാവിയിൽ എന്ത് നടക്കാൻ പോകുന്നത് ഇനിയൊരു രക്ഷയില്ലട്ടോ, തകർന്നു എന്ന് പറയും. പക്ഷേ ചാരങ്ങളിൽ നിന്ന് ഫിനിക്സ് പക്ഷിയെ പോലെ പരാജയപ്പെട്ടവരെ ഉയർത്തിക്കൊണ്ടുവരാൻ പടച്ചതമ്പുരാന് സാധിക്കുന്നതാണ്. വിജയത്തിന്റെ ആഹ്ലാദത്തിന്റെ രതിമൂർച്ചയിൽ കഴിയുന്നവരെ ഒരു നിമിഷം അവരെ മുഴുവനും തകർത്തു തരിപ്പണമാക്കാനും പടച്ച റബ്ബിന് സാധിക്കുന്നതാണ്. എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്, അള്ളാഹുവിന്റെ കഴിവിലാണ്. അതുകൊണ്ട് തൗഹീദും റിസാലത്തും ആഖിറത്തും ഉത്ബോധിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആനിന്റെ പ്രവചനങ്ങളിൽ പരിശുദ്ധ ഖുർആനിന്റെ അമാനുഷികതവും അത്ഭുതവും അതിന്റെ ദൈവദത്തമായ അവതരണവും ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരിക്കൂ, പടച്ചവനിലേക്ക് വരൂ, ഇസ്ലാമിലേക്ക് വരൂ എന്നാണ് പരിശുദ്ധ ഇസ്ലാം, പരിശുദ്ധ ഖുർആൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ട് ഇന്നിതാ ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടക്കാണ് ഒരു സന്തോഷ വാർത്ത കൂടി നമ്മൾ കണ്ടത്. സുമുദ് ഫ്ലോട്ടില്ലയുടെ ഇറ്റലിയുടെ നായകൻ കപ്പിത്താൻ, അദ്ദേഹവും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇസ്ലാം ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുന്ന ദ്രുതഗതിയിൽ ഏറ്റവും കൂടുതൽ വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം പരിശുദ്ധ ഇസ്ലാമാണ് എന്ന് ഇപ്പോൾ ലോക നിരീക്ഷകന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് 2 ബില്യണിലെത്തിയിരിക്കുന്നു, 200 ബില്യൺ കടന്നിരിക്കുന്നു. ലോകത്തുള്ള 800 ചില്ലാനം, ഏകദേശം 830 ബില്യൺ ലോക ജനതയിൽ ഇപ്പോൾ 2ാം സ്ഥാനത്ത് പരിശുദ്ധ ഇസ്ലാം 200 കോടി കടന്നിരിക്കുകയാണ്. ക്രിസ്തുമതം ഏകദേശം 2.5 ബില്യൺ ആണുള്ളത്. അങ്ങോട്ടടുക്കുന്നു. 2050 ആകുമ്പോഴേക്ക് ലോകത്തെ ഏറ്റവും വലിയ മതം എത്ര കണ്ട് തകർക്കാൻ ശ്രമിച്ചാലും, എത്ര കണ്ട് വംശഹത്യ ചെയ്യാൻ ശ്രമിച്ചാലും, എത്ര കണ്ട് നശിപ്പിക്കാൻ ശ്രമിച്ചാലും, എത്ര കണ്ട് ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും വല്ലാഹു മുത്തിമ്മു നൂരിഹി, അല്ലാഹുവിന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യുമെന്ന വിശുദ്ധ ഖുർആനിന്റെ